മതത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും മനോഹരമായി ഉപയോഗിക്കുന്ന ഒരു പാർട്ടി കേരളത്തിൽ ഏതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് CPM ആണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും വളരെ കൃത്യമായി അവർ മതത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്, ഒന്നെങ്കിൽ അവർ ന്യൂനപക്ഷ പ്രീണനമായിരിക്കും, അല്ലെങ്കിൽ ഭൂരിപക്ഷ പ്രീണനം. ഇതേതാണോ ആ കാലത്ത് ആവശ്യങ്ങൾ അത് ഉപയോഗിക്കും. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് ഇതൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾക്ക് 1000 വോട്ട് ചെയ്തിട്ടുണ്ട് കേരളം മുഴുവൻ. കാരണം അവർ വിശ്വസിക്കുന്നു ഈ ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ് തുടർന്നാൽ ഞങ്ങളുടെ പാർട്ടിയും കാണില്ല, ഈ സ്റ്റേറ്റും കാണില്ല. ഞങ്ങൾ ജയിക്കുമെന്നുള്ള ഏറ്റവും വലിയ എത്ര പേരാ മാറിയത്, എത്ര ആളുകളെ. ആവേശം കൊള്ളണ്ട, അങ്ങനെ ആവേശം കൊള്ളല്ല. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നല്ല കോൺഗ്രസ്സുകാരും നല്ല മുസ്ലിം ലീഗുകാരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. SIR കൊണ്ടുവന്നത് പിണറായി വിജയനാണെന്ന് വ്യാജ പ്രചരണം നടത്തിയാൽ അത് വീടുകളിൽ പോയി പറഞ്ഞ ലീഗുകാരെ നേരിട്ട് കണ്ട എത്രയോ മുസ്ലിം കുടുംബങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകള് ഞങ്ങൾ ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യുന്നത്. ഇടതുപക്ഷമാണ്. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, മുസ്ലിം വീടുകളിലെ ഞങ്ങളും പോയിട്ടുണ്ട്, ഹിന്ദു വീടുകളിലും പോയിട്ടുണ്ട്, ക്രിസ്ത്യൻ വീടുകളിലും പോയിട്ടുണ്ട്. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഇടതുപക്ഷമാണ് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് എന്ന കാര്യം വളരെ കൃത്യമായി നല്ല ബോധ്യമുള്ളവരാണ് അവര്. അവര് സുപ്രഭാതം വായിക്കുന്നവരുണ്ട്, സിറാജ് വായിക്കുന്നവരുണ്ട്. വർത്തമാനം നിന്നുപോയല്ലോ അതിരിമാനെ. ഈ ചന്ദ്രിക മാത്രമല്ല, കേരളത്തിലെ പത്രങ്ങള്, എല്ലാ മതസമുദായങ്ങളുടെയും പത്രങ്ങളുണ്ട്. ആ പത്രങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടറിയാം ന്യൂനപക്ഷ അവകാശം ഉൾപ്പെടെയുള്ള നമ്മുടെ മതനിരപേക്ഷതയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള മൂല്യങ്ങൾക്ക് വേണ്ടി തത്വാധിഷ്ഠിതമായ നിലപാടെടുത്ത് പ്രവർത്തിച്ചത് ഇടതുപക്ഷമാണ്. അതിന്റെ ഉദാത്തമായ മാതൃകയാണ് പിണറായി വിജയൻ. നിങ്ങൾ മനസ്സിലാക്കണം. മുത്തലാഖ് നിയമം അമെൻമെന്റ് വന്നപ്പോൾ അദ്രിമാനെ സാക്ഷി നിർത്തി ഞാൻ പറയാ എന്ത് നിലപാടാ കോൺഗ്രസ് എടുത്തത് പാർലമെന്റിൽ. നമ്മുടെ UAPA NIA നിയമം ഭേദഗതി ചെയ്തപ്പോൾ മഹാനായ AK ആന്റണി, ദിഗ്വിജയ സിംഗ്, നമ്മുടെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ അവരെല്ലാമുള്ള രാജ്യസഭയിൽ ആ ബില്ലിന് അനുകൂലം, അമിത്ഷാ കൊണ്ടുവന്ന ബില്ലിന് അനുകൂലമായി കൈപൊക്കി കൊടുത്തവരാണ് നിങ്ങൾ.